കോട്ടയം വാകത്താനത്ത് അസം സ്വദേശിയെ കോൺക്രീറ്റ് മിക്സറിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററായ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയാണ് ഇതേ കമ്പനിയിലെ ഹെൽപ്പർ ലേമാൻ ക്രിസ്കിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അശ്വിൻ പാലാഴി നൽകും കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ. അശ്വിൻ, കഴിഞ്ഞ മാസം 26 നടന്ന ഒരു കൊലപാതകമാണ്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് ഇതിനോടൊക്കെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ 26-ാം തീയതി നടന്ന മരണമാണെങ്കിലും ആദ്യം അത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണ് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. പിന്നീടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതിന്റെ ചുരുളഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 26-ാം തീയതി ഈ പാണ്ഡിതുരെ, തമിഴ്നാട് സ്വദേശിയെ പാണ്ഡിതുരെ ഈ സഹപ്രവർത്തകനായിരുന്ന ലേമാൻ കൗസിക്കിനെ കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രത്തിനുള്ളിലിട്ട് കൊലപ്പെടുത്തിയ ശേഷം സമീപത്തെ വേസ്റ്റ് കുഴിയിൽ തള്ളുകയായിരുന്നു. അത് JCB ഓപ്പറേറ്റർ കൂടിയായ ഈ പാണ്ഡിതുരെ JCBയിൽ എടുത്തുകൊണ്ടുവന്ന വേസ്റ്റ് കുഴിയിൽ തള്ളുകയും അതിന് മുകളിലേക്ക് വീണ്ടും വേസ്റ്റ് ഇടുകയുമാണ് ചെയ്തത്. പിന്നീട് 2 ദിവസത്തിന് ശേഷം ഈ മരണപ്പെട്ടയാളുടെ കൈ വേസ്റ്റിന് മുകളിലേക്ക് ഉയർന്നു വന്നതോടുകൂടിയാണ് ഒരു മരണം നടന്നു എന്നുള്ള കാര്യം അറിയുന്നത്. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം താൻ നടത്തി എന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത്. പക്ഷെ എന്താണ് കൊലപാതകത്തിന് കാരണം, ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. ഈ പ്രതിയെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പാണ്ഡിതുരയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് കോട്ടയം ജില്ലാ പോലീസിന്റെ തീരുമാനം. ശരി, അശ്വിൻ പാലാഴിയാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.